പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വയമേധ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് ത്രിത്വിക ദൈവത്തിൻ്റെ ഐക്യവും സ്നേഹവും തന്നെയാണ്. യേശു സ്വർഗത്തിലോട്ട് ചെന്നതിൻ്റെ 10-ാം നാൾ സത്യാത്മാവിനെ അയക്കുമെന്ന് പറയുന്നുണ്ട്. ആ സത്യാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുമെന്നും വ്യക്തമാക്കി തരുമെന്നും പറയുന്നുണ്ട്. ത്രിത്വിക ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കാം. നമ്മളെ ഓരോരുത്തരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് അതിയായിട്ട് സ്നേഹിക്കാം. നന്മ തിരിച്ചറിയുവാനായിട്ടും സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ടും തിന്മയെ വെറുക്കുവാനായിട്ടുള്ള കൃപകൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.